പോയിന്റിൽ അങ്ങനെ ഞാൻ ആദ്യമായി കണ്ടെത്തിയ ഒരു യോജിപ്പിന്റെയും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും മേഖല എന്റെ 6ാം വയസ്സിലാണ്. 6ാം വയസ്സിൽ എന്റെ മുത്തശ്ശൻ ശബരിമലയിലെ മുതിർന്ന തന്ത്രിയായിരുന്ന കണ്ഠർ മഹേശ്വരോടൊപ്പമാണ് ഞാൻ ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ പ്രസിദ്ധമാണ്, അവിടെ അയ്യപ്പനും വാവരും തമ്മിലൊരു സൗഹൃദവും. അയ്യപ്പൻ എന്ന് പറയുന്ന ഞങ്ങളുടെ അവതാര കൃഷ്ണനായ വ്യക്തിയും പാത്തുമ്മയുടെ മോനായ വാവൻ, പാത്തുമ്മ ഫാത്തിമയാണ്, വാവന് ബാബരാണ്. അപ്പൊ പാത്തുമ്മയുടെ മോനായ വാവനും തമ്മിലൊരു സൗഹൃദം. അതൊരു പക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം, ഇന്ന് പോയാൽ പോലും കാണാൻ പറ്റുന്നൊരു കാര്യം പറയാം. അതായത് ഈ എരുമേലിയിലെ പള്ളിയുണ്ട്, വാവര് പള്ളി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ആ വാവര് പള്ളി എല്ലാവർക്കും അറിയാം. തൊട്ടിപ്പുറത്തൊരു വാവർ മെമ്മോറിയൽ സ്കൂളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു പക്ഷെ എല്ലാവരും ശ്രദ്ധിച്ചു കാണും, നമ്മുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ വരുന്നതാണ്. പക്ഷെ അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന രസകരമായ ഒരു കാര്യം, ഈ വാവര് പള്ളിക്ക് ഇപ്പുറത്തുള്ള അയ്യപ്പന്റെ അമ്പലം, ഇവിടെയാണ് ഞങ്ങൾ ഈ പേട്ട തൊടുന്നത്. ആ അയ്യപ്പന്റെ അമ്പലത്തിൽ വാവര് സ്വാമിക്ക് വേണ്ടി ഒരു നട വെച്ചിട്ടുണ്ട്. അതായത് അയ്യപ്പന്റെ അമ്പലം, ഇപ്പുറത്തെ പള്ളി, മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതിനപ്പുറമുള്ള, സൗഹാർദ്ദത്തിനപ്പുറമുള്ള ഒരു സ്പേസ് അവിടെയുണ്ട്. അവിടെ ഈ അയ്യപ്പന്റെ അമ്പലത്തിനുള്ളിൽ വാവര സ്വാമിക്ക് വേണ്ടി ഒരു നട വെച്ചു. നട എന്ന് പറഞ്ഞാൽ ചെറിയ ഷ്രൈൻ, ആദരിക്കാനുള്ള ഒരു സ്ഥലം, പ്ലേസ് ഓഫ് റിമെമ്പറൻസ് ഒക്കെ അർത്ഥമുണ്ട്. അതായത് ഒരാളെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ, ഇഷ്ടം കാണിക്കാൻ, സ്നേഹവും ആഗ്രഹവും കാണിക്കാൻ വേണ്ടി വാവർക്കൊരു നട വെച്ചു. ഞാൻ 6ാം വയസ്സിൽ എന്റെ മുത്തശ്ശനോടൊപ്പം പോയപ്പോ അവിടെ ഇന്ന് പോയാൽ, അതായത് ഇന്ന് നിങ്ങൾ വെറുതെ എരുമേലി വഴി പോയി ആ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ പോയാൽ അതിനുള്ളില്, അല്ല ആ അമ്പലത്തിലെ നടക്കുള്ളില് ഇതേപോലെ വെറും ഒരു ആർച്ചാണ് വെച്ചിട്ടുള്ളത്. ഇന്ന് നിങ്ങൾക്ക് പോയാൽ കാണാം. അതായത് ഒരു സൈഡില് അയ്യപ്പന്റെ മറ്റൊരു സുഹൃത്തിന്റെ പ്രതിമയോ വിഗ്രഹമോ ബിംബമോ ഒക്കെ ഉണ്ട്. ഇവിടെ വാവരുടെ സ്വാമി നടയിൽ വെറുതെ ഒരു ആർച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ 6 വയസ്സ് 7 വയസ്സ് 1ാം ക്ലാസ് 2ാം ക്ലാസ് പഠിക്കുമ്പോൾ മുത്തശ്ശനോടൊപ്പം പോയി എന്റെ മുത്തശ്ശനോട് ചോദിച്ചു, മുത്തശ്ശ അതെന്താ ഇങ്ങനെ? ബാക്കി എല്ലായിടത്തും ഒരു രൂപമുണ്ട്, ബാക്കി എല്ലായിടത്തും ഒരു വിഗ്രഹമോ രൂപമോ പ്രതിമയോ ബിംബമോ റെപ്രസെന്റേഷനോ കാര്യങ്ങളോ ഉണ്ട്, ഇവിടെ മാത്രം അങ്ങനെയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, പുള്ളിയെ കുളിക്കാൻ എടുത്തുകൊണ്ട് പോയതാണോ? ഞങ്ങൾക്ക് അങ്ങനെ ചില ചടങ്ങുകളുണ്ട്, അങ്ങനത്തെ ചടങ്ങുകൾക്ക് എന്തെങ്കിലും കൊണ്ടുപോയതാണോ? എന്താ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല, എന്താ അതിന്റെ കാരണം? എന്റെ മുത്തശ്ശൻ അന്ന് എനിക്ക് പറഞ്ഞു തന്നു, അത് മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസമാണ്. അവരുടെ പരിശുദ്ധമായ പാതയിൽ അവർ അങ്ങനെ രൂപമോ അല്ലെങ്കിൽ അവർ ബിംബമോ പ്രതീകങ്ങളോ വെച്ചല്ല, സഗുണാരാധന, ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ സഗുണാരാധനയല്ല. അപ്പോ വാവരെ ആദരിക്കാൻ നമ്മുടെ പൂർവികർ തീരുമാനിച്ചപ്പോ വാവരുടെ വിശ്വാസത്തിന് ഇളക്കം തട്ടാത്ത രീതിയിൽ വാവരെ ആദരിക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അതായത് വാവർക്ക് ഹലാൽ അല്ലാത്തൊരു കാര്യം എന്റെ അമ്പലത്തിൽ പോലും നീ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ പിന്തലമുറക്കാരാണ് നമ്മൾ നാട്ടുക. ഇത് കഥയാക്കിയോ മനോഹരമായി വ്യാഖ്യാനിച്ചോ ഞാൻ പറയുന്നതല്ല. ഇന്നും പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന റിയാലിറ്റിയാണ്, ലിവ്ഡ് റിയാലിറ്റിയാണ്. നിങ്ങൾക്ക് ഇന്നും ചെന്ന് നോക്കിയാൽ അവിടെ കാണാം, ഈ ആർച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ. കാരണം വാവർക്ക് അങ്ങനെ വിഗ്രഹാരാധനയോ രൂപാരാധനയോ എന്തെങ്കിലും പ്രതിമയോ ബിംബമോ സഗുണാരാധനയോ വാവരുടെ വിശ്വാസ പ്രകാരമോ അല്ലെങ്കിൽ വാവരുടെ പാദപ്രകാരമോ പാടില്ല. അതുകൊണ്ട് എന്റെ അമ്പലത്തിനുള്ളിൽ വാവരെ ആദരിക്കുമ്പോൾ വാവർക്ക് ഏത് രീതിയിലാണോ ബഹുമാനം ഇഷ്ടം, വാവർക്ക് ഏത് രീതിയിലാണോ ആദരം ഇഷ്ടം, ആ രീതിയിലാണ് നമ്മൾ വാവർക്ക് കൊടുക്കേണ്ടത്. അപ്പോ ഞാൻ നിന്നെ ബഹുമാനിക്കും, നീ എന്നെ ബഹുമാനിക്കണമെന്നല്ല, നീ ഏത് രീതിയിൽ ബഹുമാനിക്കപ്പെടാനും ആദരിക്കാനും ആഗ്രഹിക്കുന്നുവോ അത് നിന്റെ വിശ്വാസത്തെ ഒരിക്കലും മുറിവേൽപ്പിക്കാത്ത രീതിയിൽ, നിനക്കൊരിക്കലും വിശ്വാസപരമായ ദൈവശാസ്ത്രപരമായ രീതിയിൽ നിനക്ക് ഹലാലല്ലാത്തൊരു കാര്യം എന്റെ അമ്പലത്തിനുള്ളിൽ പോലും വേണ്ട എന്ന് പറയുന്ന ഒരു പൈതൃകമാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ മഹത്വം, നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ഐക്യം. ഞങ്ങളെല്ലാം ഇവിടെ കോടിക്കണക്കിന് ഹിന്ദു വിശ്വാസികൾ ശബരിമലയിൽ പോകുമ്പോൾ വളരെ പ്രാർത്ഥനാപൂർവ്വം അവിടുത്തെ മൗലവിയോട്, അല്ലെങ്കിൽ അദ്ദേഹമാണ് അവിടുത്തെ ചീഫ് ഗസ്റ്റ്. നമ്മുടെ ഈ പേട്ടത്തോടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, എടുത്ത് നോക്കിയാൽ നമ്മുടെ ചീഫ് ഗസ്റ്റ് അവിടുത്തെ പള്ളിയിലാണ്. ഞങ്ങളെല്ലാം വളരെ ആദരവോടെ അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് വീഴും. നമ്മുടെ രീതിയാണ്, കാലിൽ തൊട്ട് വീഴുന്നതാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ട്